പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. അമ്മേ പരിശുദ്ധമേ, ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധമേ, ദൈവമാതാവേ, 2004 ഡിസംബർ 7 ഉച്ചകഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെക്കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ സഭാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അമ്മേ പരിശുദ്ധമേ, ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേയ്ക്ക് ഭൗമസംരക്ഷണത്തിനായി പ്രപഞ്ചപ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ. പരിശുദ്ധമേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനയോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം മക്കളെ. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. ആമേൻ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോമിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് 3-ാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സുഖസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. കർത്താവ് നിന്റെ ഉന്നതമായ നാമത്തിന് സ്വസ്ഥം ചെയ്യുന്നു. ഇന്നത്തെ ദിവസം നിന്റെ തിരുമുറുവാളുന്ന വലതുകരം അങ്ങയുടെ മക്കളുടെ മേൽ വെക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, അങ്ങയുടെ മക്കളുടെ യാത്രകളെ ആശീർവദിക്കണമേ. കർത്താവെ, ഉറ്റവരും ഉടയവരും വഴക്കിട്ട് മാറിയതിൻ്റെ പേരിൽ വെറുമ അനുഭവിക്കുന്നവരെ, ഉറ്റവർ പിരിഞ്ഞുപോയതിൻ്റെ പേരിൽ സങ്കടം സഹിക്കാനാവാതെ മനസ്സ് തേങ്ങി നടക്കുന്നവരെ, അവരെല്ലാം നിന്റെ സാന്നിധ്യത്തിന്റെ ശക്തിയാൽ നീ അഭിഷേകം ചെയ്യണമേ. അമ്മേ പരിശുദ്ധമേ, എല്ലാത്തരം വേദനകളും എല്ലാത്തരം ഒറ്റപ്പെടുത്തലുകളും എല്ലാ തരത്തിലുള്ള വേദന അനുഭവിച്ചിട്ടുള്ള ആളാണമ്മ. അമ്മയെ അതെല്ലാം അതിജീവിക്കാൻ സഹായിച്ച വിഷയത്തിന്റെ മേല് ദൈവത്തിന്റെ അതേ കൃപ നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. വിദ്യാർത്ഥികളെ അച്ഛനീശയ്ക്ക് സമർപ്പിക്കുന്നു. നിങ്ങളുടെ പ്രോജക്റ്റുകളെ സമർപ്പിക്കുന്നു. നിങ്ങളുടെ PhD തീസിന് സമർപ്പിക്കുന്നു. നിങ്ങളുടെ ഓരോരോ പരീക്ഷകളും
അതിൻ്റെ അസൈൻമെൻറ്റുകൾ സമർപ്പിക്കുന്നു. എഴുതാൻ കഴിയാത്തവർ, എഴുത്തിടക്ക് നിന്നുപോയവർ, മുന്നോട്ട് പോയിട്ട് ഇത് പഠിച്ചിട്ട് എന്ത് പ്രയോജനമെന്ന് തെറ്റായ ബോധ്യങ്ങൾ നൽകിക്കൊണ്ട് പഠനം നശിപ്പിച്ചിരിക്കുന്നവരുണ്ട്. അതിനെല്ലാം അതിജീവിച്ചുകൊണ്ട് എൻ്റെ മക്കൾ കണ്ടിന്യൂ ചെയ്താൽ ഇടക്കിട്ട് കളയരുത്, മുന്നോട്ട് പോകാൻ പറയാൻ കാര്യം കർത്താവാണ് നമുക്ക് ആഹാരം തരണത്, അല്ലാതെ നമ്മുടെ ജീവിതം വിലയിരുത്തുന്ന ആൾക്കാരല്ല. കർത്താവ് നിങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്യുമെന്ന് പറഞ്ഞ ഒറ്റ വചനം കൊണ്ട് ഇന്ത്യയെ വിജയകരം അണിയിച്ച ഒരു ശ്രീരത്നത്തെ നമ്മൾ കണ്ടതാണ് ഈ ദിവസങ്ങളിൽ. ആ കർത്താവ് നിന്റെ ജീവിതത്തിന് വേണ്ടി യുദ്ധം ചെയ്യും. നീ ശാന്തമായി നിന്നെ ഏൽപ്പിച്ച ജോലി പൂർത്തിയാക്കുക. കർത്താവിന് ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ് ഏൽപ്പിച്ച ജോലി പൂർത്തിയാക്കണം. പിതാവേ, ഭൂമി ജനങ്ങളെ മഹത്വപ്പെടുത്തി എന്നെ ഏൽപ്പിച്ച ജോലി പൂർത്തിയാക്കി. ഇടയ്ക്കിട്ടിരിക്കുന്ന എല്ലാ പ്രോജക്റ്റുകളും, എല്ലാ പദ്ധതികളും, എല്ലാ ജോലികളും, എല്ലാ പഠനങ്ങളും, എല്ലാ കോഴ്സുകളും പൂർത്തിയാക്കാൻ കർത്താവ് നിന്നെ അനുഗ്രഹിക്കട്ടെ. എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ, സഭയുടെ അധികാരത്തിൽ, കുരിശിൻ്റെ അടയാളത്തിൽ സ്ഥാപനങ്ങൾ നടത്തുന്നവര്, സ്ഥാപനങ്ങളുടെ ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുത്തിരിക്കുന്നവര്, അവിടെ നിങ്ങൾ നടത്തിക്കൊണ്ടു പോകുന്നതിന് എതിരാളികളുള്ളവര്, അത് ബിസിനസ്സാകാം, സ്കൂളാകാം, ആശുപത്രിയാകാം, മറ്റെന്തെങ്കിലും തരത്തിലുള്ള കാര്യങ്ങളാകാം, എതിരാളി നിങ്ങൾ അകപ്പെടുത്താൻ ആഗ്രഹിക്കുന്നവര് അവരുടെ കൈയും കാലം നിർവീര്യമാകട്ടെ. ഈശോയുടെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. Lord Jesus Christ, pour out His Spirit, touch the fire fingers, soak with the precious blood. Lord, infuse His Spirit of power and grace. ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് മത്തായിയുടെ സുവിശേഷം 5:9. സമാധാനം സ്ഥാപിക്കുന്നവർ ഭാഗ്യവാന്മാർ. സമാധാനം സ്ഥാപിക്കുന്നവർ ഭാഗ്യവാന്മാർ. അവർ ദൈവപുത്രന്മാരെന്ന് വിളിക്കപ്പെടും. അവർ ദൈവപുത്രന്മാരെന്ന് വിളിക്കപ്പെടും. അപ്പോഴേ അവിടെ എന്താ വചനം? എന്നെ പ്രതി സമാധാനം സ്ഥാപിച്ചതിൻ്റെ പേരിൽ മനുഷ്യർ നിങ്ങളെ അവഹേളിക്കുകയും വേഗമായ എല്ലാത്തരം കുറ്റങ്ങൾ നിങ്ങളുടെ മേൽ ആരോപിക്കുകയും ചെയ്യുമ്പോൾ നിങ്ങൾ ഭാഗ്യവാന്മാർ. അപ്പൊ സമാധാനം സ്ഥാപിക്കുന്നവർ ഭാഗ്യവാന്മാരാകണത് ആ സമാധാനം ക്രിസ്തുവിന് നാമം സ്ഥാപിക്കണം. അല്ലാതെ ഒരു വീട്ടില് വഴക്കുണ്ടായി എന്തുമാത്രം ഇപ്പൊ നമ്മുടെ ഈ ഓരോരോ രാഷ്ട്രീയ പാർട്ടിക്കാരില്ലേ, എന്തുമാത്രം കുടുംബകലഹങ്ങളും വഴക്കുകളൊക്കെയാണ് പറഞ്ഞു തീർക്കുന്നത്. എന്നിട്ട് അവരുടെ പാർട്ടിയിലേക്ക് ഒരാളെ എടുക്കുകയും അവരെ കൊണ്ട് വോട്ട് ചെയ്യിക്കുകയും ജയിക്കുകയും അതിനടുത്ത് അതൊക്കെ ഒരു പൊളിറ്റിക്കൽ പ്രൊസീജിയേഴ്സാണ്. അങ്ങനെ ഒരു വിഷയത്തിനല്ല ഈശോ പറയണത്. അവിടെ എല്ലാം ക്രിസ്തുവിനെ പ്രതി, ക്രിസ്തുവിൻ്റെ വചനം നടപ്പിലാകുന്നതിൻ്റെ പേരിൽ ഈ സമാധാനം എന്ന് പറഞ്ഞാൽ ആരാണ് ശരിക്കും പറഞ്ഞത്? ഒരു സമാധാനമേ ഉള്ളൂ. ആരാണത്? ക്രിസ്തുവാണ് സമാധാനം. ക്രിസ്തുവാണ് സമാധാനം. സമാധാനം സ്ഥാപിക്കുക എന്ന് വെച്ചാൽ ക്രിസ്തുവിനെ ഓരോ ഹൃദയങ്ങളിൽ സ്ഥാപിക്കുകയാണ്. നാഥനും രക്ഷകനുമായിട്ട്, കർത്താവ് നാഥനും രക്ഷകനുമായിട്ട് മനുഷ്യ ഹൃദയങ്ങളിൽ ക്രിസ്തുവിനെ സ്ഥാപിക്കുകയാണ്. അതിനാ സമാധാനം സ്ഥാപിക്കുക എന്ന് പറയുന്നത്. അവർ ഭാഗ്യവാന്മാരാണ്. അല്ലാതെ വഴക്ക് പറഞ്ഞ് തീർക്കണം മാത്രമല്ല, അടിസ്ഥാനപരമായി ഞാനെന്ത് ഇങ്ങനെ പറയാൻ കാരണം വെച്ച് കഴിഞ്ഞാൽ ഈ സകല വിശുദ്ധന്മാരും തിരുനാളിൽ വെളുപ്പിനെ കർത്താവ് പറഞ്ഞ കാര്യങ്ങളാണ് ഇതൊക്കെ. എന്താണ്? എന്നെ പ്രതി. അതെല്ലാത്തിൻ്റെയും കൂടെ അത് ചേർക്കാൻ പറഞ്ഞു, എന്നെ പ്രതി. അല്ലാതെ ഈശോയെ മാറ്റി നിർത്തിക്കൊണ്ട് ഇപ്പൊ നമ്മള് വിദ്യാഭ്യാസം തുടങ്ങിയ പോലെ ആയില്ലേ. ലോകം മുഴുവനും ഉള്ളത് പകുതി മുക്കാലും വിദ്യാഭ്യാസമൊക്കെ നമ്മുടേതാണ്. പക്ഷെ ഇപ്പൊ എന്നെ ക്രിസ്തുവിനെ പ്രതി അല്ലത്. ആരാ? ക്രിസ്തുവിനെ പ്രതിയാണ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഇവിടെ നടക്കണ അല്ല. എന്താ ഉറപ്പ്? പക്ഷെ ക്രിസ്തുവിനെ പ്രതി അല്ലെന്ന് നമുക്കത് നടത്തുന്നവർക്ക് തന്നെ അറിയാം. അതിന്റെ പേരിൽ ഒരു അജപാന ശുശ്രൂഷകൾ നടക്കുന്നുണ്ട്. ഉണ്ടെങ്കിൽ കൊള്ളാം. പക്ഷെ പലപ്പോഴും നമ്മൾ അത് മെയിൻറ്റെയിൻ ചെയ്യാനും നിലനിർത്താനും വളർത്താനും ഉള്ള സമ്മർദ്ദത്തിൽ ക്രിസ്തു പുറത്തായി പോകുന്നുണ്ട്. ഇല്ലെന്ന് ഇതൊക്കെ പറയാൻ പറ്റുമെന്നെങ്കിൽ അത് വലിയൊരു അനുഗ്രഹം തന്നെയാണ്. പക്ഷെ എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കണം, സമാധാനം സ്ഥാപിക്കാൻ ഉദ്ദേശിക്കുന്നവരായാലും ആ സമാധാനം സ്ഥാപിക്കേണ്ടത് ക്രിസ്തുവിൻ്റെ നാമത്തിലും ക്രിസ്തുവിനെ പ്രതി ക്രിസ്തുവിൻ്റെ വചനങ്ങൾ സാക്ഷീകരിക്കുന്നതിൽ മറ്റുള്ളവരെ പഠിപ്പിക്കുകയും ചെയ്യുന്നതിൻ്റെ പേരിലാണ്. ചിലപ്പോൾ നമ്മൾ പൂർണ്ണമായിട്ടൊരു വഴക്ക് ഒഴിവാക്കാൻ വേണ്ടി ചിലപ്പോൾ തോറ്റു കൊടുക്കും. ചില പണം നഷ്ടത്തിലാക്കി ചിലപ്പോൾ നമ്മൾ ആ വിഷയം സെറ്റ് ചെയ്യേണ്ടത്. അതെന്താണ്? അതൊരു സമാധാനം സ്ഥാപിക്കണം. ആരെ പ്രതി? ക്രിസ്തുവിനെ പ്രതി. നിജമായി ആരോപിക്കുക മാത്രമല്ലേ, നമുക്ക് ധനനഷ്ടം ഉണ്ടാവും,
ശരീരക്ലേശം ഉണ്ടാവും. പക്ഷെ എല്ലാം എന്തിനു വേണ്ടിയായിരിക്കണം? ക്രിസ്തുവിനെ പ്രതിയായിരിക്കണം. മക്കളെ, അച്ഛന് സുശേഷഭാഗ്യം ഉണ്ടെന്ന് അവസാനിപ്പിക്കുകയാണ്. നിങ്ങളെ ഓർത്തേക്കണം, എല്ലാ കാര്യങ്ങളും ക്രിസ്തുവിനെ പ്രതിയാക്കാൻ വേണ്ടി അമ്മ ആണ് ആദ്യം ഇത് ചെയ്തത്. 16-ാം വയസ്സ് ഗർഭം ധരിച്ചത്. കിറിനസ് സിസ്റ്ററിൻ്റെ കാലത്ത് പേരെഴുതിക്കാൻ വേണ്ടി ഗർഭവയറും താങ്ങി 3 ദിവസം യാത്ര ചെയ്തത്, ആ ചോരക്കുഞ്ഞിനെ താങ്ങി ഈജിപ്തിലേക്ക് പോയതും എല്ലാം ക്രിസ്തുവിനെ പ്രതിയാണ്. ആ കാലങ്ങളിലൊക്കെ അമ്മയുടെ മനസ്സിൽ സമാധാനം ഉണ്ടായിരുന്നു. ഈജിപ്തിലെ തീപാറുന്ന വെയിലത്ത് 4 കാലം വീണ് ജീവൻ രക്ഷിക്കാൻ വേണ്ടി കുഞ്ഞും തള്ളയും കൂടി പിതാവിടെ പോകുമ്പോഴും ആ സംഘർഷ സമയത്തും അവിടെ ഉള്ളിലുള്ള സമാധാനം എന്തായിരുന്നു? ക്രിസ്തുവിനെ പ്രതി ആയതുകൊണ്ടാണ്. ഓക്കെ അല്ലേ? എല്ലാ സഹനങ്ങളും ക്രിസ്തുവിനെ പ്രതിയാകാൻ, അതുവഴി സമാധാനം സ്ഥാപിക്കപ്പെടാൻ ദൈവം നിന്നെയും നിന്റെ പ്രവർത്തനങ്ങളെ ആസ്വദിക്കട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ. കൃപാസനം മരിയൻ ഉടമ്പടി ധ്യാനത്തിലേക്ക് നമ്മൾ ഭക്തിപൂർവ്വം പ്രവേശിക്കണം. ഈശോയുടെ നമുക്ക് ഹൃദയത്തിൽ നന്ദി പറയാം. ദൈവപിതാവിനാൽ ആകർഷിക്കപ്പെട്ട് പരിശുദ്ധ ദൈവമാതാവ് ജീവനോടെ പ്രത്യക്ഷപ്പെട്ട ഈ ആലയത്തിൽ ഈ സമയം നമ്മളെ ഒരുമിച്ച് കൂട്ടിയ ദൈവപിതാവിൻ്റെ സ്നേഹത്തിന് നമുക്ക് ഹൃദയത്തിൽ നന്ദി പറയാം. 2015 മുതൽ കൃപാസനത്തിൽ വന്ന് തീർത്ഥാടക ഉടമ്പടിയെടുത്ത് പോയിട്ടുള്ള ലക്ഷക്കണക്കിന് മക്കളെ ഈ അൾത്താരയിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. 2020 മുതൽ ഓൺലൈനായി ലോകത്തിൻ്റെ വിവിധ ഭൂഖണ്ഡങ്ങളിലായിരുന്നു കൊണ്ട് പ്രാർത്ഥിക്കുന്ന മക്കളെ പ്രത്യേകമായിട്ട് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. എല്ലാ ദിവസവും 2 ലക്ഷത്തോളം വരുന്ന അവർ ഡെയിലി ബ്രെഡ് ശുശ്രൂഷയിൽ കണ്ണുനീരോടെ പങ്കെടുത്ത് നിയോഗങ്ങൾ സമർപ്പിക്കുന്ന മക്കളുടെ പ്രത്യേകമായിട്ടുള്ള ആവശ്യങ്ങളെ നമുക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. വിവിധങ്ങളായ സമയങ്ങളിൽ ഈ മരിയൻ ഉടമ്പടി ആരാധനയിൽ പങ്കെടുത്ത് നിയോഗം സമർപ്പിക്കുവാൻ പോകുന്ന മുഴുവൻ മക്കളുടെയും ദൈവനിയോഗങ്ങളെ ഈ അൾത്താരയിൽ സമർപ്പിച്ചുകൊണ്ട് മരിയൻ പ്രത്യക്ഷീകരണത്തിൻ്റെ സ്ഥിരം സാക്ഷികളാക്കി ഓരോ മക്കളെയും ഈ അൾത്താരയിൽ നിർത്തണമേ, ഉയർത്തണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ദിവ്യകാരുണ്യനാഥനെ വരവേറ്റുകൊണ്ട് നമുക്ക് ഇരുകരങ്ങളും ഉയർത്തി ശക്തമായി സ്തുതിക്കാം. ഹാലലൂയ, ഹാലലൂയ, ഹാലലൂയ. മഹത്വം, മഹത്വം. യേശുവേ, നിന്റെ ശക്തി ഈ സമയം ഈ ആലയത്തിൽ പ്രകടമാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അപ്പോസ്തല സമൂഹത്തോടൊപ്പം ദൈവമാതാവിനോടൊപ്പം സിഹിയോൻ മാളികയിൽ പ്രാർത്ഥിച്ചപ്പോ ആത്മാവിനെ അയച്ചതുപോലെ ഞങ്ങളുടെ സമൂഹത്തിലേക്ക് നിന്റെ ശക്തി അയക്കണമേ. ഹാലലൂയ, ഹാലലൂയ, ഹാലലൂയ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന്
കൃപാസനം മരിയൻ പ്രത്യക്ഷീകരണ മധ്യസ്ഥ പ്രാർത്ഥന ഏറ്റുചൊല്ലി പ്രാർത്ഥിക്കാം. അമ്മേ പരിശുദ്ധ അമ്മേ, അമ്മേ പരിശുദ്ധ അമ്മേ, ദൈവമാതാവേ, ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. സ്തുതിച്ചു പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നാളിതുവരെ ഞങ്ങൾക്ക് ലഭിച്ച എല്ലാ കൃപകൾക്കും അനുഗ്രഹങ്ങൾക്കും നന്ദി പറയുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. മഹത്വം, മഹത്വം. ദേവനാവേ നന്ദി, ദേവനാവേ മഹത്വം, ദേവനാവേ ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ. പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. അമ്മേ പരിശുദ്ധമ്മേ, അമ്മേ പരിശുദ്ധ അമ്മേ, ദൈവമാതാവേ, ദൈവമാതാവേ, 2004 ഡിസംബർ 7-ാം തീയതി 2004 ഡിസംബർ 7-ാം തീയതി ഉച്ചകഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ വസ്തുനിഷ്ഠവും ദൈവശാസ്ത്ര വിധി പ്രകാരമുള്ളതുമായ അന്വേഷണ പഠനങ്ങൾ നടത്തി ആ പ്രത്യക്ഷപ്പെടലിലൂടെ പ്രകടമായ ദൈവമാതാവിന്റെ പ്രത്യേക കരുതലും സംരക്ഷണവും വെളിപ്പെടുത്തുന്ന പീഡിതരുടെ ആശ്വാസവും പ്രവാചകന്മാരുടെ രാജ്ഞിയും
രാജ്ഞിയും വാഗ്ദാനത്തിന്റെ പേടകവും വാഗ്ദാനത്തിന്റെ പേടകവും പ്രപഞ്ച പ്രകൃതിയുടെ മാതാവുമായ പ്രപഞ്ച പ്രകൃതിയുടെ മാതാവുമായ പരിശുദ്ധമ്മയുടെ ഭക്തി പരിശുദ്ധ അമ്മയുടെ ഭക്തി തിരുസഭയിൽ കൂടുതൽ പ്രചരിച്ച് തിരുസഭയിൽ കൂടുതൽ പ്രചരിച്ച് ജീവിതത്തിന്റെ ദുരിത ദുരന്ത അവസ്ഥകളിൽ അകപ്പെട്ട് കഴിയുന്ന അനേകായിരം മക്കൾക്ക് ദൈവത്തിന്റെ സാന്നിധ്യവും സന്ധിപ്പും കൂടുതൽ അനുഭവിക്കുക വഴി ആത്മീയ വിശുദ്ധിയും ദൈവശക്തിയും കൈവരിക്കുവാൻ ഞങ്ങളുടെ കുടുംബങ്ങളെ ഇടയാക്കണമേ. സ്തുതിച്ചു പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. മരിയൻ ഉടമ്പടി എടുത്ത് പ്രാർത്ഥിക്കുന്ന ഞങ്ങളുടെ കുടുംബങ്ങളെ വിശുദ്ധീകരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു, ശക്തീകരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു, ആത്മാവാൽ വഴി നടത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു, സാക്ഷികളാക്കി ഉയർത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. മഹത്വം, മഹത്വം, ആരാധന, ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. അമ്മേ പരിശുദ്ധമ്മേ, അമ്മേ പരിശുദ്ധമ്മേ, ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേയ്ക്ക് ഭൗമ സംരക്ഷണത്തിനായി പ്രപഞ്ച പ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ. പരിശുദ്ധമ്മേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനകളോടും ചേർത്ത് ഞങ്ങൾ ഇപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ സമൂഹത്തിന്റെ പ്രത്യേക നിയോഗങ്ങളും മൗനമായിട്ട് നമ്മുടെ വ്യക്തിപരമായ പ്രാർത്ഥന വിഷയങ്ങൾ കൃപാസനത്തിൽ ജീവനോടെ പ്രത്യക്ഷയായ ദൈവമാതാവിന്റെ മധ്യസ്ഥയിൽ ദിവ്യകാരുണ്യ സന്നിധിയിൽ സമർപ്പിച്ച് നമുക്കൊരു നിമിഷം മൗനമായി പ്രാർത്ഥിക്കാം. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. ആമേ. സ്തുതിച്ചു പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. മഹത്വം, മഹത്വം, ആരാധന, ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. മഹത്വം, ആരാധന, ആരാധന. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. നമുക്കെല്ലാവർക്കും ഗായക സംഘത്തോട് ചേർന്ന് ദൈവത്തെ മഹത്വപ്പെടുത്തി സന്തോഷത്തോടെ ദൈവസ്നേഹത്തോടെ കരങ്ങളടിച്ച് പാടി പ്രാർത്ഥിക്കാം. അസാധ്യമായൊന്നുമില്ല നിന്റെ ശിഷ്യനാകുന്നവൻ മുഖാന്തരം.
അസാധ്യമായൊന്നുമില്ല എന്നീ ശക്തനാകുന്നവൻ മുഖാന്തരം ബുദ്ധിപ്പിക്കതീരമമാങ്ങളായ എന്നെ നടത്തുന്നു ബുദ്ധിപ്പിക്കതീരമമാങ്ങളായ എന്നെ നടത്തുന്നു സാധ്യമേ എല്ലാം സാധ്യമേ എന്റെ യേശുവിൻ കൂടെയുള്ള സാധ്യമേ എല്ലാം സാധ്യമേ എന്റെ യേശുവിൻ കൂടെയുള്ള അസാധ്യമായൊന്നുമില്ല എന്നീ ശക്തനാകുന്നവൻ മുഖാന്തരം അസാധ്യമായൊന്നുമില്ല എന്നീ ശക്തനാകുന്നവൻ മുഖാന്തരം പ്രയാസങ്ങൾ വന്നേലും തെല്ലും കുലുകുകയില്ലായി സമാധാനം അസാധ്യമായൊന്നുമില്ല എന്നീ ശക്തനാകുന്നവൻ മുഖാന്തരം അസാധ്യമായൊന്നുമില്ല എന്നീ ശക്തനാകുന്നവൻ ശക്തിയെ ജയിക്കും ഞാൻ വചനത്തിൻ ശക്തിയായ ജയിക്കും
അസാധ്യമായ എനിക്കൊന്നുമില്ല എന്നെ ശക്തനായി കൊന്നവൻ മുഖാന്തരം അസാധ്യമായ എനിക്കൊന്നുമില്ല എന്നെ ശക്തനായി കൊന്നവൻ മുഖാന്തരം സാധ്യമേ സാധ്യമേ എന്റെ യേശുവിൻ കൂടെയുള്ളതാ സാധ്യമേ എന്റെ യേശുവിൻ കൂടെയുള്ളതാ സാധ്യമേ എന്റെ യേശുവിൻ കൂടെയുള്ളതാ സാധ്യമേ സാധ്യമേ എന്റെ യേശുവിൻ കൂടെയുള്ളതാ എന്റെ യേശുവിൻ കൂടെയുള്ളതാ എന്റെ യേശുവിൻ കൂടെയുള്ളതാ ഹല്ലേലൂയ 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 സ്തുതിക്കട്ടെ ഹല്ലേലൂയ 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 നന്ദി, യേശു ആരാധന. ഹല്ലേലൂയ. സ്തുതിക്കട്ടെ. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. മഹത്വം മഹത്വം. ആരാധന ആരാധന. പിതാവേ നന്ദി. പിതാവേ മഹത്വം. പിതാവേ ആരാധന. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. മഹത്വം മഹത്വം. യേശുവേ വലിയ വചന വെളിപാടുകൾക്ക് നന്ദി പറയുന്നു. ഞങ്ങൾക്ക് അമ്മയെ തന്നതിന് നന്ദി പറയുന്നു. ഹല്ലേലൂയ ഹല്ലേലൂയ. മഹത്വം മഹത്വം. ആരാധന ആരാധന. ഭവനമാകും ജെറുസലേമിൽ ഉണരും പാപ്പാനുണരും സഭയാകും ജെറുസലേമിൽ ഉണരും പാപ്പാനുണരും ഭവനമാകും
ഞാൻ ഉണർന്നാൽ ദേശമുണരും. ഉണർത്തണമേ കൈകൾ ഉയർത്തി. ഞാൻ ഉണർന്നാൽ ദേശമുണരും. ഉണർത്തണമേ 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 എന്നെ ഉണർത്തണമേ. ആത്മാവാദിനെ ഉണർത്തണമേ ഉണർത്തണമേ എന്നെ ഉണർത്തണമേ. ആത്മാവാദിനെ ഉണർത്തണമേ. സ്തുതിക്കട്ടെ. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. കൊണ്ട് ഹല്ലേലൂയ ഹല്ലേലൂയ ഭാഷാവടത്തോടെ ഭാഷാവരത്തോടെ ഭാഷാവരത്തോടെ ക്രൂശിക്കപ്പെട്ട ദൈവമേ ഉയർത്തെഴുന്നേറ്റ ദൈവമേ ഉദ്ധിതനായ ദൈവമേ ക്രൂശിക്കപ്പെട്ട ദൈവമേ തിരുവിലാവിൽ മുറിവേറ്റ ദൈവമേ കിരീടം ചൂടിയ ദൈവമേ എല്ലാ മാലാഖമാരുടെ കൂടെ അങ്ങയെ ആരാധിക്കുന്ന എല്ലാ വിശുദ്ധന്മാരുടെ കൂടെ അങ്ങയെ ആരാധിക്കുന്ന എല്ലാ വിശുദ്ധ രക്തസാക്ഷികളുടെ കൂടെ അങ്ങയെ ആരാധിക്കുന്ന എല്ലാ മാലാഖമാരുടെ കൂടെ അങ്ങയെ ആരാധിക്കുന്ന തിരുമുറുവാർന്ന വലത് കരത്താൽ ഓരോ മകനെയോ ഓരോ മകളെയോ ഈ നിമിഷം സ്പർശിക്കണമേ. വൈദ്യാകാലം പോലെ ദൈവശക്തിയാൽ അങ്ങയുടെ മക്കള് നിറയട്ടെ. പൈശാചിക ശക്തികള് യേശുവിന്റെ നാമത്തില് വിട്ടുമാറട്ടെ. യേശുവിന്റെ നാമത്തില് മാരക രോഗങ്ങള് സൗഖ്യം പ്രാപിക്കട്ടെ. യേശുവിന്റെ നാമത്തില് തീരാവേദനകള് ദുരിതങ്ങള് തടസ്സങ്ങള് യേശുവിന്റെ നാമത്തിൽ വിട്ടുമാറട്ടെ. യേശുവിന്റെ നാമത്തിൽ വിട്ടുമാറട്ടെ. ഞങ്ങൾ ബലം പ്രാപിക്കട്ടെ. നിത്യപിതാവേ നിത്യപിതാവേ അങ്ങേ പുത്രനായ യേശു ക്രിസ്തുവിന്റെ നാമത്തിലെ അങ്ങയുടെ കൈകളെ ഉയർത്തണമേ. എല്ലാ ബലഹീനത
ബലഹീനതകളെ അതിജീവിക്കുവാൻ അങ്ങയുടെ മക്കളെ ശക്തിപ്പെടുത്തണമേ. ഞങ്ങളുടെ മക്കളെ വഴിതെറ്റി പോകുന്നവരെ, ഞങ്ങളുടെ കുടുംബങ്ങള് സമാധാനം നഷ്ടപ്പെടുന്നവരെ, ജീവിതത്തിന്റെ അനുദിന ജീവിതത്തിന്റെ മാർഗമില്ലാതെ വലയുന്നവരെ എന്ത് ചെയ്യണമെന്ന് ഉറപ്പില്ലാതെ ഉഴലുന്നവരെ ഈ നിമിഷം വഴിയും സത്യവും ജീവനുമായ യേശുവിന്റെ നാമത്തിലെ പ്രാപിക്കട്ടെ. യേശുവിന്റെ നാമത്തിലെ സൗഖ്യപ്പെടട്ടെ. യേശുവിന്റെ നാമത്തിലെ ശക്തിപ്പെടട്ടെ. കൈകൾ കുപ്പി കർത്താവിൻ്റെ സാന്നിധ്യം അനുഭവിക്കുക. കണ്ണുകളടച്ച് കൈകൾ കുപ്പി കർത്താവിൻ്റെ സാന്നിധ്യം അനുഭവിക്കുക. കർത്താവ് നിന്നെ സ്പർശിക്കുന്ന സമയമാണ്. നിമിഷം രോഗമുള്ളിടത്തേക്ക് ഓൺലൈനിൽ പ്രാർത്ഥിക്കുന്നവരും ഇവിടെ തീർത്ഥാടനത്തിൽ പ്രാർത്ഥിക്കുന്നവരും നിന്റെ കൈകളെ രോഗാവസ്ഥയിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കാവുന്ന രോഗാതുരമായ സ്ഥലങ്ങളിലെ കഴുത്തിലായാലും ഹൃദയത്തിലായാലും കരളിലായാലും ഉദരത്തിലായാലും എവിടെയാണ് എൻ്റെ ദൈവവേദന നിനക്ക് വേദനയുള്ളത് അവിടെ കർത്താവ് നിന്നെ സ്പർശിക്കുന്ന സമയമാണ്. അമ്മമാതാവ് കാനായിൽ എന്നതുപോലെ അവർക്ക് വീഞ്ഞില്ല, അവർക്ക് സൗഖ്യമില്ല, അവർക്ക് രോഗമാണെന്ന് പറഞ്ഞ് നിനക്ക് വേണ്ടി മധ്യസ്ഥം വഹിക്കുന്ന അൾത്താരയിലാണ് നീ, അൾത്താരുടെ മുമ്പിലാണ് നീ നിൽക്കുന്നത്. ദൈവമാണ് നിന്നെ ഇവിടെ കൊണ്ടുവന്നത്. ബ്ലഡ് ചെക്ക് ചെയ്തപ്പോൾ എന്തെങ്കിലും തരത്തിലുള്ള വ്യത്യാസങ്ങൾ കാണുന്നവരെ അത് നോർമലാകാൻ വേണ്ടി പ്രാർത്ഥിക്കുക. കർത്താവ് നിന്നെ സഹായിക്കും. നിന്നെ സന്ധിക്ക് ഈ സമയം നെഞ്ചത്ത് കൈവച്ചുകൊണ്ട് ബ്ലഡ് എടുത്തപ്പോൾ എന്തെങ്കിലും നോർമൽ അല്ലാതെ കണ്ടിട്ടുണ്ടെങ്കിൽ അതിന് കണ്ടതിൻ്റെ ഇപ്പോഴും കർത്താവ് സൗഖ്യത്തിനായിട്ട് പ്രാർത്ഥിക്കുന്ന സമയമാണ്. മുടി കൊഴിയുന്നവരെ, ചുണ്ടയിൽ ശരീരത്തിലും പാണ്ട് വരുന്നവരെ അതെല്ലാം സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അലർജി രോഗികളെ സംബന്ധിച്ച് പ്രാർത്ഥിക്കുന്നു. കൈകാലുകൾ നീതി കെട്ടുന്നവരെ, ഉറങ്ങി എഴുന്നേൽക്കുമ്പോൾ തന്നെ ഇയർ ബാലൻസ് പോകുന്നവരെ, അവിടെ ഇവിടെയും കഷത്തും മുഴയും കുരുവൊക്കെ ശിഷ്ടകുരുവപ്പെട്ട് വരുന്നവരെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അറിയാതെ ബ്ലഡ് പോകുന്നവരും ദിവസങ്ങളോളം ബ്ലീഡിങ് നിൽക്കുന്നവരും അത് പൂർണ്ണമായ സൗഖ്യത്തിനായി പ്രാർത്ഥിക്കുന്നു. വല്ലാത്ത ശരീരവേദന, എപ്പോഴും ഉദരത്തിൽ കുത്തി വേദനയുള്ളവരെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. മക്കളില്ലാത്തവരെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. പഞ്ചേന്ദ്രിയങ്ങൾ, കണ്ണ്, കാത്, മൂക്ക്, ഇതെല്ലാം പലതരത്തിൽ കാഴ്ചക്കുറവുള്ളവർ, കേൾവിക്കുറവുള്ളവർ, മൂക്കിൽ ദശ വളരുന്നവർ സമർപ്പിച്ച് പ്രാർത്ഥിക്കും. കർത്താവ് നിന്നെ സ്പർശിക്കുന്ന സമയമാണിത്. അടിപ്പിണർ പോലെ വൈദ്യാഘാതം, ദൈവികമായ ശക്തി
പരിശുദ്ധ പ്രത്യക്ഷപ്പെട്ട ദൈവികമായ നിമിഷങ്ങളിൽ സന്നിധാനത്തിൽ നിന്നുകൊണ്ട് അമ്മ നിനക്ക് വേണ്ടി മധ്യസ്ഥിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ സഭിക്കപ്പെടുന്നത് ശ്രുതികട്ടെ. ഹല്ലേലൂയ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ദൈവനാമേ മഹത്വം, ദൈവനാമേ ആരാധന. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. മഹത്വം മഹത്വം ആരാധന ആരാധന. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ആരാധ്യനേ പരിശുദ്ധനേ പരമോന്നത സുഹൃത്തുക്കളെ, എല്ലാവരും വിശ്വാസത്തോടെ അടയുന്നു ഞാൻ തിരുമുൻപിലാ അറിവോടെ എന്നെ നോക്കണമേ. ആരാധ്യനേ പരിശുദ്ധനേ പരമോന്നത യേശുവേ അടയുന്നു ഞാൻ തിരുമുൻപിലാ അറിവോടെ എന്നെ നോക്കണമേ. ഒരുമിച്ച് എല്ലാവരും ആരാധ്യനെ ആരാധ്യനേ പരിശുദ്ധനേ പരമോന്നത യേശുവേ അണയുന്നു ഞാൻ തിരുമുൻപിലാ അറിവോടെ എന്നെ നോക്കണമേ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഒരു കൈ വർത്തിക്കൊണ്ട് പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ആരാധ്യനേ പരിശുദ്ധനേ പരമോന്നത യേശുവേ അണയുന്നു ഞാൻ തിരുമുൻപിലാ അറിവോടെ എന്നെ നോക്കണമേ. ആരാധ്യനേ പരിശുദ്ധനേ പരമോന്നത യേശുവേ അണയുന്നു ഞാൻ തിരുമുൻപിലാ അറിവോടെ എന്നെ നോക്കണമേ. വീണ്ടും കണ്ണുകൾ അടക്കുക, കൈകൾ കൂപ്പുക, കർത്താവിനെ മനസ്സിൽ ധ്യാനിക്കുക, അമ്മയുടെ മധ്യസ്ഥം യാചിക്കുക. എൻ്റെ പ്രിയപ്പെട്ടവരെ, അമ്മയെപ്പോലെ ഭൗതിക സാഹചര്യങ്ങളിൽ യേശുവിനെ ഇടപെടുത്തി ആരുമില്ല. കാനായിലെ കല്യാണ കുടുംബത്തിലെ അപമാനകരമായൊരവസ്ഥയെ അമ്മ അഭിമുഖീകരിച്ചുകൊണ്ട് ഈശോയെ അതിൽ സത്ത ക്ഷണിച്ചതാണ്. അവർക്ക് വീഞ്ഞില്ല. ആ അമ്മ തന്നെയാണ് ദൈവവേദനെ ഇപ്പോഴും ഇവിടെ അമ്മ പ്രത്യക്ഷപ്പെട്ട സ്ഥലത്ത് നിന്നുകൊണ്ട് ഇപ്പം നിനക്ക് വേണ്ടി മധ്യസ്ഥം വഹിക്കുന്നത്. ആ അമ്മയാണ് ദൈവവേദനെ നിന്നെ ഇങ്ങോട്ട് വിളിച്ചത് നിൻ്റെ കണ്ണീരിൻ്റെ കാലത്ത്. അമ്മേ, അങ്ങയുടെ മക്കളെല്ലാം കണ്ണീരോടെ പ്രാർത്ഥിക്കുന്നു. കർത്താവിനെ, ഞങ്ങളുടെ ജീവിത വിഷയങ്ങൾ ജപ്തി നടപടി നേരിടുന്ന മക്കളുണ്ട് ഈശോയെ. ഈ ആഴ്ച എങ്ങനെയാണ് തല്ലിപ്പിഴച്ച് പോകണമെന്നൊരു ഐഡിയയും ഇല്ലാതെ കടക്കാർ എപ്പോഴും ശല്യപ്പെടുന്ന വീടുകളുണ്ടമ്മേ. അവർക്കെല്ലാം ഈ ആഴ്ചയിൽ സമാധാനം കിട്ടാൻ ഇടയാക്കണമേ. ബാങ്കുകാർ പലപ്പോഴും പലതരത്തിൽ ഭീഷണിപ്പെടുത്തുന്ന വീടുകളുണ്ട്. അവർക്ക് എങ്ങനെയാണ് ഇതിന് രക്ഷപ്പെടുക എന്നൊരു ഐഡിയ ഇല്ല. അമ്മേ,
എല്ലാ ആശയങ്ങളും കൊടുത്ത അമ്മ ഇവിടെ നിന്ന് മക്കളെ വിടേണ്ടത്. അവർ കണ്ണീരോടെ ഓടി വന്നിരിക്കുകയാണ്. അമ്മ ഞങ്ങൾക്ക് വേണ്ടി എല്ലാം മധ്യസ്ഥം വഹിക്കുമെന്നുള്ള ഒറ്റ വിശ്വാസത്തിൽ 10,000-ങ്ങൾക്ക് വേണ്ടി ഓരോ ദിവസവും മധ്യസ്ഥം വഹിക്കുന്ന അമ്മേ, കുടുംബം തകർന്ന കുടുംബങ്ങളുണ്ട്. ജീവിത പങ്കാളി വീട്ടിൽ പോയിട്ട് തിരിച്ചു വന്നിട്ടില്ല, കുഞ്ഞുങ്ങളുമായിട്ട് അവിടെ നിൽക്കുകയാണ്. അവിടെ കേസ് കൊടുക്കാൻ പോണെന്ന് കേട്ടു. ഞാനിവിടെ നിന്ന് എടുത്ത് കൊടുക്കാനാണ് ഓർത്തിട്ട് ജീവിക്കാനും തോന്നണില്ല, മരിക്കാനും തോന്നാത്ത അവസ്ഥ. അമ്മേ, ഈ നിമിഷം അതെല്ലാം കാണണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഒരു തുണ്ട് ഭൂമി ഇല്ലാത്തവരുണ്ട്, ഉള്ള ഭൂമി നഷ്ടപ്പെടാൻ പോകുന്നവരുണ്ട്, ഉള്ള ആസ്തിയേക്കാൾ കൂടുതൽ കടമുള്ളവരുണ്ട്. ഇനി വെല്ലപാടും ചുട്ട് മനുഷ്യനൊന്നും അറിയാത്ത സ്ഥലത്ത് പോയി അഭിമാനത്തോടെ ജീവിക്കണം. ഇവിടെ അഭിമാനത്തോടെ ജീവിക്കാൻ പറ്റത്തില്ലെന്ന് കരുതുന്നവരുണ്ട്. അങ്ങനെയുള്ള വല്ലാത്ത വേദനപ്പെട്ടവരാണ് അമ്മയുടെ മുമ്പിൽ നിൽക്കുന്നത്. ഞാനെല്ലാവർക്കും വേണ്ടി മധ്യസ്ഥം വഹിക്കുന്നു. സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. മഹത്വം, മഹത്വം. ആരാധന, ആരാധന. ഹല്ലേലൂയ. പിതാവേ നന്ദി, പിതാവേ മഹത്വം, പിതാവേ ആരാധന. ഹല്ലേലൂയ. പരമോന്നത യേശുവേ, അണയുന്നു ഞാൻ തിരുമുൻപിൽ അറിവോടെ നോക്കണമേ. ആരാധ്യനേ, പരിശുദ്ധനേ, പരമോന്നത യേശുവേ, അണയുന്നു ഞാൻ തിരുമുൻപിൽ അറിവോടെ നോക്കണമേ. വീണ്ടും അവനുമാകുക. ദൈവസാന്നിധ്യം തളം കെട്ട് നിൽക്കേണ്ട സമയമാണ്. എൻ്റെ ദൈവവേദന ഇപ്പോഴേ ഈ ഹോള് മുഴുവനും ദൈവത്തിൻ്റെ കൃപയാൽ നിറഞ്ഞു നിൽക്കുന്നതാണ്. ഇപ്പോൾ നീ ദൈവത്തോട് ചോദിക്കുന്ന എല്ലാ വിഷയത്തിൻ്റെ മേലും ദൈവിക തീരുമാനം ഉണ്ടാകുന്ന സ്വർഗീയ നിമിഷമാണെന്ന് പരിശുദ്ധ അമ്മ ഓർപ്പിക്കുന്നു. ദൈവത്തിലെ ചിലപ്പോൾ ഒരു ചെറിയ കടയാണുള്ളത്, ചിലപ്പോൾ ഒരു ഹോട്ടലാണുള്ളത്, ചിലപ്പോൾ റെസ്റ്റോറൻ്റാണ്. പക്ഷെ കച്ചവടം ഇല്ലാത്തവരുണ്ട്, കടങ്ങൾ പോയവരുണ്ട്, വാടക പോലും കൊടുക്കാൻ പറ്റാത്തവരുണ്ട്, വാടകക്കാർ വീട്ടിൽ നിന്ന് ഒഴിഞ്ഞു പോകാത്തവരുണ്ട്, ഒറ്റയ്ക്ക് കൊടുത്തിരിക്കുന്നവർ പോകാമെന്ന് പറയുന്നുണ്ട്. പക്ഷെ നമുക്ക് അവിടേക്ക് വാങ്ങിച്ച കാശ് കൊടുക്കാനില്ലാത്തവരുണ്ട്. എല്ലാം കൊണ്ട് വിഷമിച്ചിരിക്കുന്ന ഒത്തിരിയേറെ മക്കളെ അമ്മേ, പരിശുദ്ധമ്മേ, ദേവമാതാവേ, കണ്ണീരോടെ കർത്താവിൻ്റെ തിരുസന്നിധി അവരെല്ലാം സമർപ്പിക്കുന്നു. ഏജൻറ്റിന് പൈസ കൊടുത്തിട്ട് ഏജൻറ്റിനെ കുറിച്ച് ഫോൺ വിളിച്ചിട്ട് എടുക്കാത്തവരുണ്ട്. ഇനി എങ്ങനെ ജീവിക്കുമെന്ന് അറിയാൻ പാടില്ലാത്തവരുണ്ട്. വീട്ടിലെ പരുവക്കേട് കാരണം ഉള്ള രോഗങ്ങൾ വീട്ടിൽ പറയാതെ പാത്ത് നടക്കുന്നവരുണ്ട്. എന്തൊരു കഷ്ടമാണമ്മേ. വീട്ടിലെ പരുവക്കേട് കാരണം രോഗം ഉള്ളത് മക്കളോടും ഭർത്താവിനോടും പറയാതെ നടക്കുന്ന അമ്മമാരുണ്ട്. എല്ലാവരും അമ്മേ, എല്ലാവരെയും സ്പർശിക്കണമേ. ഞങ്ങളുടെ കാര്യത്തിൽ മനുഷ്യനും ഭൗതിക ജീവിത സാഹചര്യവും പരാജയപ്പെട്ടിരിക്കുന്നു. അമ്മ എല്ലാവർക്കും വേണ്ടി മധ്യസ്ഥം വഹിക്കണം. അമ്മയുടെ പ്രത്യക്ഷീകരണം തന്നെ ദുരന്തമുണ്ടാകുമ്പോൾ പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് ദുരന്തം ഉണ്ടായിരിക്കുന്നു. ജീവിതം തന്നെ ദുരന്തമായി മാറിയിരിക്കുന്നു. അമ്മേ, ഞങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി ഇപ്പോൾ മധ്യസ്ഥം വഹിക്കണമേ. സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, ഹല്ലേലൂയ, ഹല്ലേലൂയ. പിതാവേ മഹത്വം, പിതാവേ ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ. പരിശുദ്ധനേ, പരമോന്നത യേശുവേ, അണയുന്നു ഞാൻ തിരുമുൻപിൽ അറിവോടെ നോക്കണമേ. ഒരുമിച്ച് ആരാധ്യനേ, പരിശുദ്ധനേ, പരമോന്നത യേശുവേ, അണയുന്നു ഞാൻ തിരുമുൻപിൽ അറിവോടെ നോക്കണമേ. വലത് കൈ നെഞ്ചത്ത് വെച്ച്
കണ്ണുകളടച്ച് അച്ഛൻ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കേണ്ട സമയമാണ്. നമ്മെ കുഞ്ഞുങ്ങളെ സംബന്ധിച്ച് പ്രാർത്ഥിക്കുന്നു, അവരുടെ പഠനങ്ങളെ സംബന്ധിച്ച് പ്രാർത്ഥിക്കുന്നു. ഒരു കുഞ്ഞ് ജനിച്ചുള്ള അതിന് ഓട്ടിസം ആയിപ്പോയി. ഇനി ഒരു കുഞ്ഞിനെ ജനിപ്പിക്കാൻ ധൈര്യമില്ല, ഇതും അതും ഇങ്ങനെ ആയിപ്പോകുമെന്ന് ഓർത്തിട്ട് സങ്കടപ്പെടുന്നവരെ അവർക്ക് തീരുമാനം എടുക്കാൻ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഈശോ അങ്ങനെ വലതുകരം എല്ലാ കുടുംബങ്ങളിലും നീട്ടണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കേസുള്ളവരെ, കേസിൻ്റെ സാക്ഷി വിസ്താരങ്ങളെല്ലാം കഴിഞ്ഞ് ആ കേസിൻ്റെ വിധി പറയാൻ വെച്ചിരിക്കുന്നവർ, അമ്മ തന്നെയായിരിക്കണം ജഡ്ജി. അങ്ങയുടെ മക്കളെ ഇനി കണ്ണീര് കുടിക്കാനുള്ള വിധി ഉണ്ടാകാതിരിക്കാൻ വിധി പറയാൻ വെച്ചിരിക്കുന്ന എല്ലാം, കേസ് നടന്നുകൊണ്ടിരിക്കുന്ന എല്ലാ വ്യവഹാരങ്ങളും പരിശുദ്ധമ്മയുടെ മധ്യസ്ഥതയിൽ ഈശോയെ ഏൽപ്പിക്കുന്നു. വിസ നഷ്ടപ്പെട്ടവരുണ്ട്, വിസ പുതുക്കി കിട്ടാത്തവരുണ്ട്, അനധികൃതമായി താമസിച്ചിട്ട് ഗവൺമെൻറ് ഒഴിഞ്ഞു പോകാൻ പറഞ്ഞിരിക്കുന്നവരുണ്ട്. അവരെവിടെ പോകാനാണ്? അവിടെ കുഞ്ഞുങ്ങളെല്ലാം അവിടെ പഠിക്കുകയാണ്. അവർക്കൊരു ഒരിടവും പരിയോടവും ഇല്ലാതെ അവർ നട്ടം തിരികെയാണ്. അവരെല്ലാം അമ്മ സ്പർശിക്കണേ പ്രാർത്ഥിക്കുന്നു. വഴിമുട്ടിപ്പോയ മക്കൾ അവരെല്ലാം സ്പർശിക്കണം. ഭാഗോടമ്പടി എല്ലാം കഴിഞ്ഞപ്പോൾ എല്ലാം കൈകാര്യം ചെയ്ത് എല്ലാവർക്കും വേണ്ടി എല്ലാം കൈകാര്യം ചെയ്യപ്പോൾ ഇനിയിപ്പോൾ ജീവിക്കാനായപ്പോൾ മക്കളും ഭാര്യയുമായിട്ട് ജീവിക്കാനായപ്പോൾ ഒന്നുമില്ലാതെ വന്ന അവസ്ഥയിലും ഒരു പണിയും ചെയ്യാത്തവർക്കൊക്കെ അവിടെ ഓഹരിയും കിട്ടി, അവർക്ക് മുടക്കുമില്ല, അവരെ രക്ഷപ്പെട്ടു. ഇനി എൻ്റെ അവകാശവും എൻ്റെ ഓഹരിയും എൻ്റെ കർത്താവാണ്. സ്വരത്തി കൈ ഉയർത്തി പറഞ്ഞേ മക്കളെ, എൻ്റെ അവകാശവും എൻ്റെ അവകാശവും എൻ്റെ ഓഹരിയും എൻ്റെ ഓഹരിയും എൻ്റെ കർത്താവാണ്. എൻ്റെ കർത്താവാണ്. എൻ്റെ അവകാശവും എൻ്റെ അവകാശവും എൻ്റെ ഓഹരിയും എൻ്റെ ഓഹരിയും എൻ്റെ കർത്താവാണ്. എൻ്റെ കർത്താവാണ്. ആരാധ്യരേ പരിശുദ്ധരേ പരമോന്നതാ യേശുവേ, ദൈവസ്നേഹത്തോടെ അണയുന്നു തിരുമുൻപിലാ അരിവോടെ നോക്കണമേ. ആരാധ്യരേ പരിശുദ്ധരേ പരമോന്നതാ യേശുവേ, അണയുന്നു തിരുമുൻപിലാ അരിവോടെ നോക്കണമേ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. വീണ്ടും കണ്ണുകൾ അടച്ച് കൈകൾ നെഞ്ചത്ത് വെച്ച് മൗനമായി കർത്താവിനെ ഓർത്ത് സമർപ്പിതരാകാം. നമ്മെ പഠിക്കുന്ന മക്കളെ സംബന്ധിച്ച് പ്രാർത്ഥിക്കുന്നു. പലരും വലിയ പണമെടുത്ത് മുടക്കിയും കടം വാങ്ങിച്ചൊക്കെ പഠിച്ചിട്ട് അവർക്കിപ്പോൾ ഒന്നും മനസ്സിലാവണില്ല. ഇട്ടച്ചും പോരാൻ തോന്നണില്ല. വീട്ടുകാരുടെ കണ്ണുനീര് ഓർത്തിട്ട് ഇട്ടച്ചും പോരാൻ തോന്നണില്ല, പഠിക്കാൻ പറ്റണമില്ല. അങ്ങനെ വല്ലാത്ത വീർപ്പ് മുട്ടൽ ജാപിക്കുന്നവർ ഈ നിമിഷം കർത്താവിന്റെ നാമത്തിൽ വിടുതൽ പ്രാപിക്കട്ടെ. സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. മഹത്വം, ആരാധന, ഹല്ലേലൂയ. പരിശുദ്ധരേ പരമോന്നതാ യേശുവേ, അണയുന്നു തിരുമുൻപിലാ അരിവോടെ നോക്കണമേ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. കൈകൾ നെഞ്ചത്ത് വെച്ച് മൗനമായി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. ദൈവത്തിനെ പ്രാർത്ഥിക്കാനാണ് പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥത്തിലെ ഈശോ നിന്റെ മുമ്പിൽ സന്നിധിനായിരിക്കണത്. നീ സ്വന്തമായിട്ടും പ്രാർത്ഥിക്കുക, അച്ഛനോട് ചേർന്നും പ്രാർത്ഥിക്കുക. നിങ്ങൾ ഇന്ന് കാണുന്ന ഈജിപ്തുകാരെ നാളെ നിങ്ങളെ കാണത്തില്ലെന്ന് പറഞ്ഞ ദൈവത്തിൻ്റെ ശക്തി ഇവിടെ മുഴുവൻ നമ്മുടെ പിതാക്കന്മാരെ
പകൽ മേഘസ്തംഭവും രാത്രി തീത്തൂണുമായി നയിച്ച ദൈവത്തിൻ്റെ ചൈതന്യം അൾത്താറ് മുഴുവൻ നിറഞ്ഞു നിന്നുകൊണ്ട് നിന്നെ നയിക്കുന്ന ദൈവത്തിൻ്റെ ചൈതന്യം പ്രസരിക്കുന്ന സമയമാണ്. ദൈവവേദരെ, വിവാഹം ഒത്തുവരാത്തവർ, മക്കളില്ലാത്തവർ, വിവാഹം വേർപെടാൻ പോകുന്നവർ, വേർപെട്ട് കഴിഞ്ഞവർ, കേസിലായിരിക്കുന്നവർ, എന്ത് ചെയ്യണമെന്ന് അറിയാൻ പാടില്ലാത്തവർ, ജീവിത പങ്കാളിയെപ്പോലും കിട്ടാതിരിക്കുന്നവർ, വർഷങ്ങളായിട്ട് വിവാഹം നടക്കാത്തവർ, എല്ലാ വർഷങ്ങളായിട്ട് പെര ഉച്ചുകുത്തിപ്പോയവർ, ഉറഞ്ഞു പോയവർ, അവിടെ വീട് വെക്കാൻ പറ്റാത്ത അവസ്ഥ വന്നിരിക്കുന്നവർ, ഇനി എവിടെ പോയി പൊറുക്കുമെന്ന് അറിയാത്തവർ, എല്ലാവരുടെ മേലും ദൈവിക തീരുമാനം ഉണ്ടാകട്ടെ. എല്ലാവരുടെ മേലും ദൈവിക തീരുമാനം ഉണ്ടാകട്ടെ. എല്ലാവരുടെ മേലും ദൈവിക തീരുമാനം ഉണ്ടാകട്ടെ. ശ്രുതികട പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും പോയിന്റ് മുട്ട നിൽക്കുക. കൈകൾ കണ്ണടച്ച് കൈകൾ കൂപ്പി സഭാപനാശീർവാദം സ്വീകരിക്കാം. കർത്താവേ, ഞങ്ങളോട് നീ എന്തെല്ലാം ദൈവികമായ രഹസ്യങ്ങൾ വെളിപ്പെടുത്തി, എല്ലാത്തിനും നന്ദി പറയുന്നു. അങ്ങയുടെ മക്കൾ കൊതിയോടെയും സ്നേഹത്തോടെയും അങ്ങയുടെ തിരുസന്നിധിയിൽ നിന്ന് അതിനെല്ലാം സ്വസ്ത്രം ചെയ്യുന്നു. കർത്താവിൽ നിന്റെ തിരുമുറുവാർന്ന വരതുകരം അങ്ങയുടെ മക്കളുടെ ശിരസിൽ വെക്കണം. മക്കളെ, വ്യക്തിപരമായ ആവശ്യങ്ങൾക്ക് വേണ്ടി മൗനമായി പ്രാർത്ഥിക്കേണ്ട സമയമാണിത്. ഇപ്പോൾ ആശീർവാദത്തിൻ്റെ സമയമാണ്. കർത്താവിൽ നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണം. കർത്താവിൽ സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണം. അടിപ്പഴ പോലെ വൈദാഘാതം പോലെ ദൈവികമായ ശക്തി അങ്ങയുടെ മക്കളുടെ മേൽ തളിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. മാരക രോഗങ്ങൾ, തീരാവ്യാധികൾ, ജീവദുരിതങ്ങൾ, വഴിമുട്ടി ഗതിമുട്ടി നിൽക്കുന്ന മക്കൾക്കെല്ലാം പുതിയ വാതിൽ തുറക്കട്ടെ. കർത്താവ്, നീയാകുന്ന വഴി, നീയാകുന്ന വാതിൽ, നിന്റെ വാതിൽ ഞങ്ങളുടെ മുമ്പിൽ യേശുവിന്റെ നാമം തുറക്കട്ടെ. ശ്രുതിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. മഹത്വം, മഹത്വം, ആരാധന, ആരാധന, ഹല്ലേലൂയ, ഹല്ലേലൂയ, ആരാധന, ആരാധന, മഹത്വം, ഹല്ലേലൂയ, ആരാധന, ഹല്ലേലൂയ, 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 മഹത്വം, മഹത്വം, ആരാധന, 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 ഹല്ലേലൂയ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യമേ, എന്നും അങ്ങേക്ക് ആരാധന. പരമ ദിവ്യകാരുണ്യമേ, എന്നും അങ്ങേക്ക് ആരാധന. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യമേ, എന്നും അങ്ങേക്ക് ആരാധന. ആവേ ആവേ ആവേ.